ഇന്ന് നമ്മുടെ ടോപ്പിക്ക് മാസ് ട്രാൻസ്ഫർ ആണ്. മാസ് ട്രാൻസ്ഫർ പറയുന്നത് ഒരു മീഡിയത്തിൽ ഒരു വസ്തുവിൻ്റെ ഇംബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ നാച്ചുറൽ ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ഇംബാലൻസിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇക്വാലിറ്റി അല്ലെങ്കിൽ ബാലൻസ് കൊണ്ടുവരാനാണ് എപ്പോഴും ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ വെള്ളത്തിൽ ഉപ്പ് കലക്കി വെച്ചിരിക്കുകയാണ്, സോൾട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ആദ്യം സോൾട്ട് ഇടുന്ന സമയത്ത് ഈ വശത്ത് സോൾട്ടിൻ്റെ കൂടുതൽ എമൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് കഴിഞ്ഞ സമയത്ത്, അതായത് ടൈം പ്രോഗ്രസ് ചെയ്തോറും ഉപ്പ് അലിഞ്ഞ് വെള്ളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും നാച്ചർ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇംബാലൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇക്വാലിറ്റി കൊണ്ടുവരാനാണ് നേച്ചർ എപ്പോഴും ശ്രമിക്കുന്നത്. ആ ടെൻഡൻസിയാണ് നമ്മൾ മാസ് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞു, ആ വസ്തുവിൻ്റെ പെർ യൂണിറ്റ് വോളിയത്തിലുള്ള ക്വാണ്ടിറ്റിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര വസ്തു അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉപ്പിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിൽ എത്ര ഉപ്പ് അല്ലെങ്കിൽ സോൾട്ട് എന്ന് പറയുന്ന കമ്മോഡിറ്റി അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കോൺസെൻട്രേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ആ വസ്തു റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാട്ടറിലേക്ക് ഡിസോൾവ്ഡ് ആവണം. ഡിസോൾവ് ആണെങ്കിൽ ഈ ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു മാസ് ഫ്ലോ നടക്കണം. അങ്ങനെ നടക്കുന്ന മാസ് ഫ്ലോയുടെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് പ്രൊപ്പോർഷണലാണ്. അത് നേരത്തെ പറഞ്ഞു, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള വസ്തുവിൻ്റെ എമൗണ്ടാണ് കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ്റെ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്. ഈ ലെങ്ത് വൈസ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട്, ഒരു മീറ്ററിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് പ്രൊപ്പോർഷണലാണ്. കോൺസെൻട്രേഷൻ കൂടുന്തോറും നമ്മുടെ ഫ്ലോയും കൂടും. അതുപോലെ തന്നെ ആ ഫ്ലോ എന്ന് പറയുന്നത് നോർമൽ ഏരിയയ്ക്കും പ്രൊപ്പോർഷണലാണ്. ഏരിയ കൂടുന്തോറും ഫ്ലോ ഓഫ് സോൾട്ടും കൂടിക്കൂടി വരും. നോർമൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ആ ഫ്ലോയ്ക്ക് നോർമലായിട്ടുള്ള ഏരിയ, ആ ഏരിയയ്ക്കും പ്രൊപ്പോർഷണലായിരിക്കും നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മാസ് ഫ്ലോ റേറ്റിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. മാസ് ഫ്ലോ റേറ്റ് നടക്കാൻ കാരണം എന്ന് വെച്ചാൽ നേച്ചറിൻ്റെ ടെൻഡൻസിയാണ്. അതായത് നേച്ചറിൻ്റെ ടെൻഡൻസി എപ്പോഴും ഒരു കമ്മോഡിറ്റി അതിൻ്റെ ഇക്വാലൻസ് അല്ലെങ്കിൽ ഇക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും എപ്പോഴും അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടെൻഡൻസി. ഇത് കാരണമാണ് മാസ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്ന നോർമൽ ഏരിയയ്ക്കും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനും പ്രൊപ്പോർഷണലാണ്. ഫ്ലോ റേറ്റ് ആണ് ക്യൂ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കെ അപ്പോസ്ട്രോഫി ഡിഫ്. അതായത് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ് കെ എന്ന് പറയുന്നത്, ഇൻറ്റു എ ആണ് നോർമൽ ഏരിയ, ഡി സി ബൈ ഡി എക്സ് ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഇക്വേഷനിലൊരു നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. നെഗറ്റീവ് സൈൻ കൊടുക്കുന്ന ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആകാൻ വേണ്ടിയാണ്. അതായത് ഡി സി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഡി സി എന്ന് പറയുന്നത് C2 - C1 ആണ്.
കോൺസെൻട്രേഷൻ 2 മൈനസ് കോൺസെൻട്രേഷൻ 1 വാല്യൂ. കോൺസെൻട്രേഷൻ 2 എപ്പോഴും കുറവായിരിക്കും കോൺസെൻട്രേഷൻ 1-നേക്കാളും. C2 എപ്പോഴും C1-നേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് DC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മളൊരു നെഗറ്റീവും കൂടി ആ ഇക്വേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഒരു ടാങ്ക് കൺസിഡർ ചെയ്യാം. ആ ടാങ്കിൽ ഒരു പാർട്ടീഷൻ ഉണ്ട്. കാണിച്ചിരിക്കുന്ന ഒരു പാർട്ടീഷൻ ഉണ്ട്. ആ പാർട്ടീഷൻ്റെ ഒരു ഭാഗത്ത് എയറും മറ്റൊരു ഭാഗത്ത് നൈട്രജനുമാണ്. എയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നൈട്രജനും ഓക്സിജനുമാണ് അതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻസ്. അപ്പോൾ എയറിൽ സാധാരണ വരുന്ന 79% നൈട്രജനും 21% ഓക്സിജനുമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജനും അത് 100% നൈട്രജനും, ഒരു ഭാഗത്ത് 79% നൈട്രജനുമാണ്. അതായത് ഈ ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ ഈ വോളിയത്തിൽ നൈട്രജൻ്റെ എമൗണ്ട് കൂടുതലാണ് കമ്പയർഡ് ടു ദിസ് വോളിയം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടീഷൻ റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നടുക്ക് കാണിച്ചിരിക്കുന്ന പാർട്ടീഷൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ മോളിക്യൂൾസ്, ഇവിടെ കാണിച്ചിരിക്കുന്ന വൈറ്റ് ഡോട്ട്സ് ആണ് നൈട്രജൻ മോളിക്യൂൾസ് എയറിലേക്ക് ട്രാവൽ ചെയ്യും അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എയർ മോളിക്യൂൾസ് തിരിച്ച് നൈട്രജനിലേക്ക് ട്രാവൽ ചെയ്യും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പാർട്ടാണ് വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം 100% കോൺസെൻട്രേഷൻ ആയിരുന്നു ഈ ഭാഗത്ത് വരുന്നത്. പക്ഷെ അത് നമ്മൾ ഈ പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസെൻട്രേഷൻ 0.79%ലേക്ക് മാറും. അതുപോലെ തന്നെയാണ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ. ഇവിടെ 0 കോൺസെൻട്രേഷൻ ആയിരുന്നു ഈ ഭാഗത്തൊക്കെ. കുറച്ച് നേരം കഴിയുമ്പോൾ അത് 21% ആയിട്ട് മാറും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഉണ്ട്. കാണിച്ചിരിക്കുന്നത് എയറും നൈട്രജനും, അത് ഗ്യാസിലേക്ക് തന്നെയാണ് മാസ് ട്രാൻസ്ഫർ നടക്കുന്നത്. പിന്നെ പല രീതിയിൽ നമുക്ക് മാസ് ട്രാൻസ്ഫറിൻ്റെ എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലിക്വിഡ് വാട്ടർ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പറായിട്ട് ആ ലിക്വിഡ് എയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യും. ആ ലിക്വിഡ് ടു ഗ്യാസ് മാസ് ട്രാൻസ്ഫറാണ്. അതുപോലെ തന്നെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ പറയുന്നതാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഡ്രൈ ഐസ് കുറച്ച് നേരം എയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ ഐസിൻ്റെ കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, ഇവിടെ എയറിൽ കുറവാണ്. അപ്പോൾ എന്ത് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് എയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടാണ് സോളിഡ് ടു ലിക്വിഡ്. അതായത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാപ്പി അല്ലെങ്കിൽ ചായയിൽ ഷുഗർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഷുഗർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യും എന്ന് പറയുന്നത് സോളിഡ് ടു ലിക്വിഡ് മാസ് ട്രാൻസ്ഫറാണ്. ഇനി സോളിഡ് ടു സോളിഡ് മാസ് ട്രാൻസ്ഫറാണ് ഈ കാണിച്ചിരിക്കുന്ന അയണും കാർബണും തമ്മിലുള്ള. നമ്മൾ കേസ് ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് കാർബൺ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കാർബൺ ആറ്റംസ് അയണിലേക്ക് ഡിഫ്യൂസ് ചെയ്തു പോകും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. അതെന്ന് പറയുന്നത് സോളിഡ് ടു സോളിഡ് മാസ് ട്രാൻസ്ഫറിന് എക്സാമ്പിളാണ്. Analogy between heat and mass transfer.
അതായത് ഹീറ്റ് ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും തമ്മിലുള്ള റിലേഷൻ. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ അതേ റിലേഷൻസ്, അതേ മോഡൽ റിലേഷൻസ് തന്നെയാണ് മാസ് ട്രാൻസ്ഫറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അതുപോലെ തന്നെയാണ് മാസ് ട്രാൻസ്ഫറിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ്. എവിടെയൊക്കെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാവുന്നു അവിടെയെല്ലാം മാസ് ട്രാൻസ്ഫർ നടക്കും. ഇവിടെ മാസ് ട്രാൻസ്ഫറിന് ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയമാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കൂടുതലും ഈ ഭാഗത്ത് കുറവാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് മാസ് ട്രാൻസ്ഫർ നടക്കും, ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഹീറ്റ് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് ഒന്നിൽ കോൺസെൻട്രേഷനും മറ്റൊന്നിൽ ടെമ്പറേച്ചർ ഡിഫറൻസും. അടുത്താണ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അങ്ങനെ 3 മോഡുകൾ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ മാസ് ട്രാൻസ്ഫർ നടക്കുന്ന ഇപ്പോഴും കണ്ടക്ഷൻ, കൺവെക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ കൺവെക്ഷൻ, ഇങ്ങനെ 2 രീതികൾ വഴി മാത്രമേ നമ്മുടെ മാസ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. മാസ് റേഡിയേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇല്ല. 2 രീതിയിൽ മാത്രമേ മാസ് ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. ഇനി രണ്ടിനെയും ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് നമുക്കറിയാം. കണ്ടക്ഷന് അല്ലെങ്കിൽ തെർമൽ ഡിഫ്യൂഷന് ഗവേൺ ചെയ്യുന്ന ഇക്വേഷനാണ് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ആ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് -KA/dT/dx ആണ്. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു -K thermal conductivity into A area, normal area into temperature gradient ആണ് dT/dx എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാസ് ഡിഫ്യൂഷനെ ഗവേൺ ചെയ്യുന്ന ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഫിക്സ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഡിഫ്യൂഷൻ മാസ് ട്രാൻസ്ഫർ ഈക്വൽ ടു -DAB, അതായത് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ, ഇൻറ്റു ഏരിയ ഇൻറ്റു കോൺസെൻട്രേഷൻ DCA, കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷീസ് A. ഏതാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പോണൻറ്റ് അതാണ് CA എന്ന് പറയുന്നത്, അതിൻ്റെ കോൺസെൻട്രേഷനാണ് CA. സോ DCA/dx അതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ ഇവിടെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻറ്റു ഏരിയ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ മാസ് ഡിഫ്യൂസിവിറ്റി ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് തെർമൽ ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി K ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെ മാസ് ട്രാൻസ്ഫറിൻ്റെ അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റിലേഷൻസ് തന്നെ സെയിം തന്നെയാണ് വരുന്നത്, ഒരുപോലെ ഒരേ മോഡൽ തന്നെയാണ് വരുന്നത്. അടുത്ത് ഹീറ്റ് കൺവെക്ഷൻ. ഹീറ്റ് കൺവെക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കണ്ടക്ഷൻ കൺവെക്ഷൻ ഒരുമിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കണ്ടക്ഷനും ഒരു ബൾക്ക് മോഷൻ ഓഫ് ഫ്ലൂയിഡും കൂടി ഒരുമിച്ച് നടക്കുന്ന ഒരു ഫിനോമിനയാണ് ഹീറ്റ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാസ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. മാസ് കൺവെക്ഷനിലും ആദ്യം മാസ് ഡിഫ്യൂഷനും അതുപോലെ തന്നെ അതിനെ തുടർന്ന് ബൾക്ക് ഫ്ലൂയിഡ് മോഷനും കൂടി ചേർന്നതാണ് മാസ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് മാസ് കൺവെക്ഷൻ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഈക്വൽ ടു H മാസ് അല്ലെങ്കിൽ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഇൻറ്റു ഏരിയ എന്നാണ്. ഹീറ്റ് കൺവെക്ഷൻ അതുപോലെ തന്നെയാണ്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. അല്ലെങ്കിൽ മാസ് കൺവെക്ഷനിൽ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ ഹീറ്റ് കൺവെക്ഷനിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. ഒന്നിൽ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണെങ്കിൽ മറ്റൊന്നിൽ
ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെ റിലേഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്, ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കണം കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷീസ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് കമ്മോഡിറ്റിയുടെ പെർ യൂണിറ്റ് വോളിയത്തിലുള്ള വാല്യൂ ആണ് കോൺസെൻട്രേഷൻ. അത് പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ മാസ് കോൺസെൻട്രേഷൻ ആണ്, അതായത് പെർ യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മാസ് ബേസിസിൽ നമ്മൾ പറയുന്നത്. അതിനെ മാസ് കോൺസെൻട്രേഷൻ എന്ന് പറയും. ഒരു മിക്സ്ചർ കൺസിഡർ ചെയ്യാം. അതിനകത്ത് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, എയും ബിയും. ആ ഒരു മിക്സ്ചറിൽ ഇതിപ്പോൾ ഒരു യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യും. ഒരു 1 മീറ്റർ ക്യൂബ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനകത്ത് എത്ര മാസ് ഓഫ് എ ഉണ്ട് എന്നുള്ളതാണ് പാർഷ്യൽ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. അത് തന്നെയാണ് മാസ് കോൺസെൻട്രേഷനായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതൊരു യൂണിറ്റ് വോളിയത്തിൽ എത്ര കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് എ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മാസ് കോൺസെൻട്രേഷൻ പറയുന്നത്. നമ്മൾ പാർഷ്യൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. അപ്പോൾ പാർഷ്യൽ ഡെൻസിറ്റി ഓഫ് സ്പീഷീസ് ഐ എന്ന് പറയുന്നത് റോ ഐ എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഈക്വൽ ടു MI ബൈ വി എന്നാണ്. മാസ് ഓഫ് കമ്പോണൻറ്റ് ഐ അല്ലെങ്കിൽ എ ഡിവൈഡഡ് ബൈ വോളിയം. ടോട്ടൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് M ബൈ വി ആണ്. M ബൈ വി എന്ന് പറയുന്നത് M എന്ന് പറയുന്നത് എല്ലാ മാസും കൂടി കൂട്ടുന്നതാണ് M എന്ന് പറയുന്നത്. സോ സിഗ്മ MI എന്ന് പറയുന്നത് മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് ബി എന്നാണ് MI എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. സിഗ്മ MI എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ സിഗ്മ MI ഡിവൈഡ് ബൈ ബി എന്ന് പറയുന്നത് ടോട്ടൽ ഡെൻസിറ്റിയാണ്. ഓരോ കമ്പോണൻറ്റിൻ്റെയും ഡെൻസിറ്റി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡെൻസിറ്റി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു അഡിക്റ്റീവ് ഫീച്ചർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് ബി ആയിരിക്കും. ടോട്ടൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് കമ്പോണൻറ്റ് എ പ്ലസ് ഡെൻസിറ്റി ഓഫ് കമ്പോണൻറ്റ് ബി ആണ്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ നമുക്ക് മോൾ ബേസിസിൽ പറയുമ്പോൾ CA എന്നാണ് പറയുന്നത്. CA പ്ലസ് CB ആണ് ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മോൾ ബേസിസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ചെയ്യുന്നുള്ളതാണ് CA റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CB റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര കമ്പോണൻ്റ് ഓഫ് അല്ലെങ്കിൽ എത്ര മോൾ ഓഫ് സബ്സ്റ്റൻസ് ബി ഉണ്ട് എന്നുള്ളതാണ് CB റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഫ്രാക്ഷൻ അടുത്തായിട്ട് വരുന്നതാണ്. മാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് കമ്പോണൻറ്റ് ഐ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ് മാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ മാസിൽ എത്രത്തോളം വേറൊരു കമ്പോണൻറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് മാസ് ഫ്രാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് MI ഡിവൈഡ് ബൈ M ആണ് മാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. MI എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ AB എന്ന് പറയുന്ന മിക്സറിൽ A എത്രയുണ്ട്, A എന്ന് പറയുന്ന കമ്പോണൻ്റ് എത്രയുണ്ടെന്നാണ് MI റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ MA ഡിവൈഡ് ബൈ M ആണ് മാസ് ഫ്രാക്ഷൻ ഓഫ് സ്പീഷീസ് A എന്ന് പറയുന്നത്. ടോട്ടൽ മാസ് 25 കിലോഗ്രാം ആണെന്ന് വിചാരിക്കും. 25 കിലോഗ്രാമിൽ A എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ വെയിറ്റ് 5 കിലോഗ്രാം ആണെങ്കിൽ 5 ഡിവൈഡ് ബൈ 25 ആണ് നമ്മുടെ മാസ് ഫ്രാക്ഷൻ ഓഫ് സ്പീഷീസ് I എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാസ് ഫ്രാക്ഷന് ഡെൻസിറ്റി ഫ്രാക്ഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി ഫ്രാക്ഷനും മാസ് ഫ്രാക്ഷനും സെയിം തന്നെ ആയിരിക്കും. കാരണം വോളിയം കൊണ്ട് മുകളിലും താഴെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന
ഡെൻസിറ്റി ആണ്. അപ്പോൾ ഡെൻസിറ്റി ഫ്രാക്ഷനും മാസ് ഫ്രാക്ഷനും സെയിം തന്നെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ സം ഓഫ് മാസ് ഫ്രാക്ഷൻ ഈക്വൽ ടു 1 ആയിരിക്കും. എല്ലാം കൂടി കൂട്ടിക്കിട്ടുന്ന എല്ലാ കമ്പോണൻസിൻ്റെ മാസ് ഫ്രാക്ഷൻസ് അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് കൂട്ടിയത് 1 ആയിരിക്കും കിട്ടുക. ഇനി അടുത്തതാണ് മോൾ ബേസിസിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. മോൾ ബേസിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. മോൾ ബേസിസിലുള്ള മോളാർ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. അങ്ങനെ പാർഷ്യൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് CI എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പോണൻറ്റ് I ഡിവൈഡഡ് ബൈ വോളിയമാണ്. അത് നേരത്തെ കണ്ട പോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയമാണ് പാർഷ്യൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയമാണ് ഈക്വൽ ടു ടോട്ടൽ കോൺസെൻട്രേഷനാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ C ഈക്വൽ ടു CA പ്ലസ് CB എന്ന് പറഞ്ഞ പോലെ ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓരോ കമ്പോണൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മാസ് ഫ്രാക്ഷൻ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എത്ര ഭാഗമാണ് നമ്മളുടെ കമ്പോണൻറ്റ്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പോണൻറ്റ് എന്നുള്ളതാണ് മോൾ ഫ്രാക്ഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ ഫ്രാക്ഷൻ തന്നെയാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്തും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോൺസെൻട്രേഷൻ തന്നെ കിട്ടും. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ മാസ് ഫ്രാക്ഷൻ്റെ സമ്മേഷൻ ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെയാണ് മോൾ ഫ്രാക്ഷൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. എല്ലാ മോൾ ഫ്രാക്ഷനും കൂടി സമ്മ് ചെയ്ത് കിട്ടുന്ന തുക എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. നമുക്കറിയാം മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ മോളിക്കുലാർ മാസാണ്. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുക, വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ M/V ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻറ്റു മോളിക്കുലാർ മാസ് എന്ന് വരും. സോ M/V ഈക്വൽ ടു റോ എന്ന് വരും. N/V നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ വരും. സോ CM എന്ന് വരും. സോ C ഈക്വൽ ടു റോ ബൈ M. സോ കോൺസെൻട്രേഷൻ ഓഫ് കമ്പോണൻറ്റ് I ഈക്വൽ ടു റോ I ബൈ MI എന്ന് വരും. ഇനി മോളിക്കുലാർ മാസ് ഈക്വൽ ടു M/N. ഈ ഇക്വേഷൻ എടുക്കും. N/N. N ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ് ആണ്. നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് എന്ന് കിട്ടും. അല്ലെങ്കിൽ മാസ് ഫ്രാക്ഷൻ ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ്, അത് ഓരോ കമ്പോണൻറ്റിനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് എ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. സോ M ഈക്വൽ ടു സിഗ്മ I ഇൻറ്റു MI എന്ന് വരും. മോളിക്കുലാർ വെയിറ്റ് ഓഫ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് എയർ നമ്മൾ 29 എടുക്കുന്നത്. കാരണം എയറിൽ നൈട്രജനും ഓക്സിജനും കമ്പോണൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മോൾ ഫ്രാക്ഷൻ ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ്, അത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മോളിക്കുലാർ വെയിറ്റ് ഓഫ് മിക്സ്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി മാസ് ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ച മാസ് ഫ്രാക്ഷൻ അല്ല ഡെൻസിറ്റി ഫ്രാക്ഷൻ. ഡെൻസിറ്റി
കമ്പോണൻറ്റ് എ ഡിവൈഡ് ബൈ ടോട്ടൽ ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ റോ ഈക്വൽ ടു സി എം എന്നാണെന്ന് അറിയാം. സോ റോ ഐ ഈക്വൽ ടു സി ഐ ഇൻറ്റു എം ഐ ഡിവൈഡ് ബൈ സി എം. സോ സി ഐ ബൈ സി എന്ന് പറയുന്ന മാസ് മോൾ ഫ്രാക്ഷനാണ്, ഡിവൈഡ് ബൈ എം ഐ ഇൻറ്റു എം ഐ ഡിവൈഡ് ബൈ എം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡെൻസിറ്റി ഫ്രാക്ഷന് അല്ലെങ്കിൽ മാസ് ഫ്രാക്ഷന് നമുക്ക് മോൾ ഫ്രാക്ഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഐഡിയൽ ഗ്യാസ് മിക്സ്ചേഴ്സ്. എങ്ങനെ ഐഡിയൽ ഗ്യാസ് മിക്സ്ചേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിലോ ഫോളോ ചെയ്യുന്നതാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ഗ്യാസ് നമുക്ക് ഉണ്ടാകില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ലോ പ്രഷറിൽ ഗ്യാസുകളെല്ലാം ഐഡിയൽ ഗ്യാസായിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഐഡിയൽ ഗ്യാസ് റിലേഷൻസ് യൂസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും ലോ പ്രഷറിൽ. അതുകൊണ്ട് തന്നെ ലോ പ്രഷറിൽ ഗ്യാസുകളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഐഡിയൽ ഗ്യാസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഐഡിയൽ ഗ്യാസ് മിക്സ്ചേഴ്സിന് അല്ലെങ്കിൽ ലോ പ്രഷറിലുള്ള ഗ്യാസുകളുടെ മിക്സ്ചറിൽ നമ്മളെങ്ങനെ കോൺസെൻട്രേഷൻ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. നമുക്കറിയാം ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് പാർഷ്യൽ പ്രഷർ എന്നാണ്. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. ടോട്ടൽ പ്രഷർ ഓഫ് മിക്സ്ചർ എന്ന് പറയുന്നത് സം ഓഫ് പാർഷ്യൽ പ്രഷർ ആയിരിക്കും. അതായത് ഓരോ കമ്പോണൻറ്റ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ആ പാർഷ്യൽ പ്രഷറെല്ലാം കൂടി സം ചെയ്യുന്നതായിരിക്കും ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടപോലെ ഒരു മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. എ ബി മിക്സ്ചർ ഉണ്ടെങ്കിൽ ഓരോ കമ്പോണൻറ്റും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ. അതായത് കമ്പോണൻറ്റ് എ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് എ. അതുപോലെ തന്നെ കമ്പോണൻറ്റ് ബി എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത്. നമുക്കറിയാം അടുത്ത ഐഡിയൽ ഗ്യാസ് റിലേഷൻ ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി എന്നാണ്. നമ്മൾ മോൾ ബേസിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എൻ ആർ ടി എന്ന് പറയുന്നത്. സാധാരണ റിലേഷനിൽ എം ആർ ടി എന്ന് പറയുന്ന റിലേഷൻ പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി എന്ന് പറയുന്ന റിലേഷനിൽ ആർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അതായത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് ആർ യു എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച റിലേഷൻസ് ആണ് പി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഇപ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രഷർ പി ഐ ബൈ പി എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ടു എൻ ഐ ബൈ എൻ നോക്കി കിട്ടും. കാരണം ബാക്കിയെല്ലാ ടേമുകളും കോൺസ്റ്റൻ്റ് ആണ്. സോ പാർഷ്യൽ പ്രഷറിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ തന്നെയാണ്. പ്രഷർ ഫ്രാക്ഷൻ ഓഫ് സ്പീഷീസ് ഐ ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. അതായത് ഒരു മിക്സ്ചറിലെ പ്രഷർ ഫ്രാക്ഷൻ ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഫ്രാക്ഷൻ തന്നെ ആയിരിക്കും. ഇതാണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. രണ്ട് കമ്പോണൻറ്റുള്ള സ്റ്റേഷനറി മീഡിയത്തിലുള്ള ഡിഫ്യൂഷൻ അല്ലെങ്കിൽ മാസ് ഡിഫ്യൂഷൻ്റെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷനാണ് ഫിക്സ് ലോ. നമ്മൾ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പോലെ നമ്മുടെ മാസ് ട്രാൻസ്ഫറിൽ യൂസ് ചെയ്യുന്ന റിലേഷനാണ് ഫിക്സ് ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം മാസ് ട്രാൻസ്ഫർ ഈക്വൽ ടു ഏരിയ ഇൻറ്റു
കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്നായിരുന്നു. അതിൻ്റെ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൂടി ആഡ് ചെയ്ത് അതിനെയാണ് മാസ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് ഫ്ലക്സ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷണാലിറ്റി ഇൻറ്റു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയും. മാസ് ഫ്ലക്സ് എന്ന് പറയുന്നത് മാസ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് മാസ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി ഇൻറ്റു ഡിഫ്യൂസിവിറ്റി, മാസ് ഡിഫ്യൂസിവിറ്റി ഇൻറ്റു DCA. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. അതിനെ നമുക്ക് മാസ് കോൺസെൻട്രേഷൻ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റോ എ ബൈ റോ ഇൻറ്റു DX എന്ന് വരും. അല്ലെങ്കിൽ അതിന് റോ എ ബൈ റോയിന് നമ്മൾ ഡെൻസിറ്റി ഫ്രാക്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് മോൾ ഫ്രാക്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് YA എന്ന് പറയും. രണ്ടും ഒരുപോലെയുള്ള റിലേഷനാണ്. അതിൽ ഡെൻസിറ്റിക്ക് വരും കോൺസെൻട്രേഷൻ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മാറ്റി എഴുതാൻ പറ്റും. മാസ് ഡിഫ്യൂസിവിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഡിവൈഡ് ബൈ DX. നമ്മൾ നേരത്തെ കണ്ടതുപോലെ DCA ബൈ C എന്ന് പറയുന്ന ടൈമിന് DCA കൊണ്ട് മാത്രമാക്കി മാറ്റാൻ പറ്റും. ടോട്ടൽ കോൺസെൻട്രേഷൻ നമ്മൾ കുറവാണെങ്കിൽ, അതായത് ഡൈല്യൂട്ട് സൊല്യൂഷൻസിലുള്ള മിക്സ്ചർ ആണെങ്കിൽ നമുക്കിതുപോലെ ആ എക്സ്പ്രഷന് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ മാസ് ബേസിസിൽ അല്ലെങ്കിൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ മാസ് ഫ്ലക്സിന്, അതിന് ഡിഫ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിരിക്കുന്നത് മാസ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് ഏരിയ ആണ്. മാസ് ഫ്ലക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് മാസ് ഫ്ലക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു മൈനസ് DAB ഇൻറ്റു ഡോ റോ എ ഡിവൈഡ് ബൈ ഡോ എക്സ് എന്നാണ്. ഡെൻസിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. ഇനി അതിനെ നമ്മൾ മോൾ ബേസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈക്വേഷൻ. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെയാണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ്റെ എക്സ്പ്രഷനായിട്ട് വരുന്നത്.